അനുമോള് ഒരൊറ്റ സെന്റൻസ് കൊണ്ട് തന്നെ ബിഗ് ബോസ് അങ്ങ് കത്തിക്കേറി നിൽക്കുകയാണ്. യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് മാത്രമേ കാണാനുള്ളൂ. നീ ഒറ്റൊരാൾ കാരണം ഒരു പെണ്ണിറങ്ങി പോയിരിക്കുക എന്ന് അനുമോള് അപ്പാനീൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് കണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് നമുക്കറിയാലോ. ശനിയാഴ്ച ഇറങ്ങിപ്പോയിട്ടുള്ള RJ ബിൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് പറയുന്നത് തിങ്കളാഴ്ചത്തെ പ്രൊമോ വീഡിയോയിലാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് നൈറ്റ് കാണാൻ പോകുന്ന വീഡിയോ. ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് ഇരുന്ന് കാണുകയാണ്. കണ്ടിട്ട് ഈ കേസ് എന്താണെന്നുള്ളത് ഒരു കംപ്ലീറ്റ് മനസ്സിലായി. അതിന് ശേഷം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണത്. എന്നോട് ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് കുറച്ച് ടൈം വേണം. കാരണം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് പൊതുവേ മനസ്സിലായത് ഒരു ഇമോഷണൽ ഗേൾ, ബിഗ് ബോസിന് തീരെ പറ്റാത്തൊരു കണ്ടസ്റ്റൻറ്റ്. വീട്ടിലും നാട്ടിലും എല്ലായിടത്തും പുന്നാരം കിട്ടുന്ന ഒരു ഏരിയയിൽ ബാർബിഡോളായിട്ടും പുന്നാരം കളിയിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു ടിപ്പിക്കൽ ഗേൾ. അപ്പം ബിഗ് ബോസിന് ഡിസേർവിങ് ആയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി അനുമോളെ ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. എന്നാലും ഞാൻ അത്യാവശ്യം നല്ല ഫാൻ ഫോളോവേഴ്സ് ഉള്ള, അത്യാവശ്യം നല്ല PR നടക്കുന്ന അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ എന്ന നല്ല തിരിച്ചറിവോടുകൂടി എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കഥ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം നമ്മുടെ ആരായിരിക്കുകയാണ് ഇതൊക്കെ ഇടാം അല്ലേ. ആര്യൻ നമ്മുടെ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്തു. കിച്ചൺ ടീമിൽ ഇപ്രാവശ്യം ലീഡർ അപ്പാനിയാണ്. ആ ടീമിലുള്ള ആളാണ് ആര്, നമ്മുടെ സ്വന്തം അനുമോൾ. ഇവർ രാത്രി ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഡിസ്കഷൻ്റെ ഭാഗമായി അപ്പാനി പറയുന്നുണ്ട്, കിച്ചൺ നമ്മൾ മാത്രമേ കുക്ക് ചെയ്യൂ, വേറൊരാൾ കുക്ക് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഒരു സ്പേസാണ്, ആർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കിച്ചൺ ടീം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്പാനി അനുമോളുമായി സംസാരിച്ച് വിഷയമൊക്കെ തീർത്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ പ്രോഗ്രാമിൽ തന്നെ ജിസയിലും പിന്നെ ഷൈത്തിയും വെജിറ്റേറിയനാണ്, ബാക്കി എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പം അങ്ങനെ അന്നേ ദിവസം ബിഗ് ബോസിൽ ഉച്ചത്തെ ഫുഡായിട്ട് നമുക്ക് കിട്ടിയത് ചിക്കൻ ആയിരുന്നു. അപ്പം ഇവർ രണ്ടുപേർക്കും കഴിക്കാൻ എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് കഴിക്കാൻ തലേ ദിവസത്തെ മോര് കറിയും ചോറുമാണ് ഉണ്ടായത്. അപ്പോൾ എന്തൊക്കെയോ കാരണത്താൽ ആ മോര് കറി കഴിച്ചു എന്ന് അനുമോള് പറയുന്നു, കഴിച്ചില്ല എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു. ഇനി കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ജിസയിലിന് വിശപ്പ് തോന്നി, കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി. ജിസയിൽ അപ്പാനീൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തു. അപ്പാനീൻ്റെ പെർമിഷനോട് കൂടി കിച്ചണിൽ കയറി കുക്ക് ചെയ്തു. അനുമോൾക്ക് ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റർബ്ഡായി. അനുമോള് അവിടെ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. ജിസയിൽ പറഞ്ഞു കിച്ചൺ ക്യാപ്റ്റൻ അപ്പാനീൻ്റെ നിന്ന് പെർമിഷൻ കിട്ടിയെന്ന്. അപ്പാനീൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. അപ്പാനി പെർമിഷൻ കൊടുത്തു എന്ന് പറയുന്നു. അവിടെ ഒച്ചപ്പാടാവുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അവിടെ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, അനുവിന് ജിസയിലായിട്ട് എന്താ ഇത്ര പ്രശ്നം? ജിസയിൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിനൊരിക്കലും ന്യായീകരിക്കുകയല്ല. ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. അനു എന്തിനാണ് ഇത് ഇത്രമാത്രം വിഷയമാക്കി എടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി എത്ര പെൺകുട്ടികൾ അവിടെ ഉണ്ട്, അവർക്ക് ആർക്കും ഇത് ഇത്ര വലിയ വിഷയമല്ല. അനുവിനാണ് ഇത് വലിയൊരു വിഷയം. എനിക്ക് തോന്നിയ കാര്യം എന്താ, സത്യം പറയാം, സ്റ്റാർട്ടിങ് ടൈമിൽ അവിടെയുള്ള എല്ലാ മെയിൽ കണ്ടസ്റ്റൻസും അനുവിനൊരു ഓവർ കെയറും അറ്റൻഷനും കൊടുത്തിരുന്നു. അത് മെല്ലെ ജിസയിലോട്ട് മാറിയ സമയം ഉണ്ടായിരുന്ന ഒരു ഈഗോ ആണ് ഞാൻ നല്ല പച്ചയ്ക്ക് പറയും. ഇതാണ് എൻ്റെ ഫസ്റ്റ് അഭിപ്രായം. അതുകൊണ്ട് തന്നെ ജിസയിൽ എന്ത് ചെയ്താലും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അനു നടക്കുക. അഭിലാഷ് പറയുന്നുണ്ട്, ഞാൻ ജിസയിലിനും അനുവിനും ഇരുത്തി ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പം ജിസയിൽ റെഡി ആയെങ്കിൽ അനു വന്നിട്ടില്ല. അപ്പം അനു എന്തിനാണ് ഇത്ര ഈഗോ കാണിക്കുന്നത്? 24 മണിക്കൂറും ജിസയിലിൻ്റെ പുറകെ നടക്കുന്നത്, ജിസയിലിൻ്റെ കുറ്റം പറയുന്നത്. അന്നത്തെ എപ്പിസോഡിൽ ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്തേ. പക്ഷെ ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായൊരു കാര്യം, അനു ഫുൾ ടൈം പ്രശ്നം ഉണ്ടാക്കി ഈഗോ ഉണ്ടാക്കി നടക്കുക. അനുവിൻ്റെ കൂടെ സപ്പോർട്ടീവായി നിന്ന ശൈത്യ, ആദില, എസ്പെഷ്യലി ആദില, ഹാർട്ട്സ് ഓഫ്, നല്ല അടിപൊളിയായിട്ട് അനുവിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അനുവിൻ്റെ ഈഗോയിലാണ് നിൽക്കുന്നത്. അവന്മാരെല്ലാം ജിസയിലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ജിസയിൽ എന്ത് ചെയ്താലും പ്രശ്നമല്ല, ഞാൻ ചെയ്താലാണ് പ്രശ്നം. ജിസയിൽ അത് ചെയ്തു, ജിസയിൽ ഇത് ചെയ്തു. അനുവിന് വേറെ പണിയില്ലേ? ജിസയിലിനെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുകയാണോ? ഓക്കെ, ഇനി വിശന്നിട്ട് ഒരാൾ അടുക്കളയിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്യാപ്റ്റനോ കിച്ചൺ ക്യാപ്റ്റനോ ലാലേട്ടനോ തീർത്തോളും. അനു എന്തിനാണ് ആ സ്പേസിലോട്ട് ഇറങ്ങിയത്?
സത്യസന്ധമായി പറഞ്ഞാൽ അനുവിന് അറിയാം ജിസയിലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണം എന്ന് അനുവിന് നിർബന്ധമുണ്ട്. അല്ലെ അനുവിന് ചെന്ന് അപ്പാനിയോട് പറഞ്ഞ് അപ്പാനി വഴി സോൾവ് ചെയ്യാം, അല്ലെ ലീഡർ ആര്യനോട് പറഞ്ഞ് സോൾവ് ചെയ്യാം. അല്ലെ അനുവിന് യുക്തിയിൽ ആലോചിച്ചാൽ മതി, ഞാൻ ഓട്ടോമാറ്റിക്കലി ജിസയിലായിട്ട് പ്രശ്നമാണ്, ഞാനിനി വെറുതെ ഇത് പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കേണ്ട എന്ന് ചിന്തിച്ചാൽ മതി. ഇതൊന്നും ചിന്തിക്കാണ്ട് വീണ്ടും വീണ്ടും ജിസയിലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? ഇതും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ല. ആൻഡ് തേർഡ് തിങ്, ഈ വർത്തമാനത്തിനിടയിൽ അപ്പാനീൻ്റെ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് RJ ബിൻസിനെ കുറിച്ചിട്ടാണ്. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, എക്സ് കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യം എന്തിന് നിങ്ങൾ ഈ ബിഗ് ബോസിൽ പറഞ്ഞു? അവർ പോയി, അവരെ സ്പേസ് കഴിഞ്ഞു, ആ പേര് വെച്ച് നിങ്ങളിത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ആ ബിഗ് ബോസ് വീടിൽ ഫുൾ ചർച്ചയായത് ഈ ഒരു ടോപ്പിക്കാണ്. പല മൂലയ്ക്ക് നിന്ന് പല ആൾക്കാർ ഈ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അറിയാത്തവരും അറിയുന്നവരും ഇനി അറിയാത്ത ജനങ്ങളെ വരെ അറിയിക്കുന്ന രീതിയിലാണ് പല കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇത് കാണുന്ന അപ്പാനീൻ്റെ ഫാമിലിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനല്ലേ അനു ഇവിടെ ശ്രമിച്ചത്? ഇല്ലാത്തൊരു വ്യക്തിനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നതല്ലേ? അപ്പാനീൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനു ഇത് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ബിൻസി എന്ന് പറയുന്ന വ്യക്തി അപ്പാനീൻ്റെ ബേസിസിലല്ല പുറത്തു പോയത്. അനുവിനോട് ആരാ പറഞ്ഞ അപ്പാനീൻ്റെ ബേസിസിലാണ് പുറത്തു പോയെന്ന്? ബിൻസിക്ക് വോട്ട് കുറവായതുകൊണ്ട് പുറത്തു പോയതായിരിക്കും. അപ്പാനി ബിൻസി കോമ്പോനെ പറ്റി വലിയ ഡിസ്കഷനൊന്നും നടന്നിട്ട് തന്നെയല്ല. നിങ്ങളിത് 2-3 എപ്പിസോഡിലോട്ട് എത്തുന്നേ ഉള്ളൂ, 2 ആഴ്ചയിലോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് അനുവിന് തോന്നുന്ന കാര്യങ്ങൾ അനു പറയുകയാണ്. അനുവിന് ബാക്കിയുള്ളവരോട് വേറൊരാളും കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് തീരെ താല്പര്യം തോന്നുന്നില്ല. എനിക്ക് ഈ കേസിൽ കംപ്ലീറ്റ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു കുറച്ച് സാധനങ്ങളാണ്. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പർട്ടിക്കുലർ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇല്ലാത്ത ഒരാളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കി അനു ഇത് പറഞ്ഞു പോയി. ബിഗ് ബോസിൽ ഡിസ്കഷനായി, ലൈവിൽ വന്ന് അപ്പാനീൻ്റെ ഫാമിലി കണ്ടു. അവരിപ്പോൾ എന്താ കരുതുക? ഇനി സംശയം ഇല്ലാത്തവരുടെ മനസ്സിലോട്ടും സംശയം അങ്ങ് ഇട്ട് കൊടുക്കുക. ഇറ്റ്സ് വെരി ബാഡ്. അനു ഈ ചെയ്തിരിക്കുന്ന ആക്ഷൻ്റെ 1% പോലും ഐ കാൺ ഏബിൾ ടു സപ്പോർട്ട്. ബിൻസി തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടു നോക്ക്. ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് ചർച്ച ചെയ്ത കാര്യമാണ്. അതൊക്കെ എങ്ങനെ നോക്കിയാണ് ഇതൊക്കെ ചർച്ച ചെയ്തത്? ഞങ്ങള് അപ്പാനി മാത്രമല്ല അക്ബറുമായിട്ട് ഞാൻ കൂട്ടാണ്. ഞങ്ങള് 3 പേരും അങ്ങനെ ഇടയ്ക്കിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അക്ബാനി സംഘ് ബ്രോയാണ്. ബിൻസി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അപ്പാനിയുടെ അടുത്ത് മാത്രമല്ല ഞാൻ അക്ബറിന്റെ അടുത്തും മിണ്ടുന്നുണ്ട്, അപ്പാനി എനിക്ക് വെറും ബ്രോ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടത് അവരാണ്, ബാക്കിയുള്ളവരല്ല. ബിൻസി അപ്പാനിയും കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു എന്നോ, അല്ലെ ബിൻസിനെ അപ്പാനീനെ ഒന്ന് ഹഗ് ചെയ്തു എന്നോ, പോകുന്ന സമയത്ത് 2 കോൺവെർസേഷൻ ഉണ്ടായി എന്ന് കരുതിയോ ഇവർ തമ്മിൽ ഒന്നും ഉണ്ടെന്നില്ല. അത് കാണുന്ന ആൾക്കാരുടെ മൈൻഡാണ്. ഈവൻ ബിൻസി ഇറങ്ങി പോകുന്ന സമയത്ത് അപ്പാനി പറഞ്ഞൊരു കാര്യമുണ്ട് ചെവിയിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, വീട്ടിൽ പോകണം എന്ന്. എന്താ പറഞ്ഞേ? വീട്ടിൽ പോകണം എന്ന്. അതിൽ നിന്ന് കോമൺ സെൻസിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ? ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്യാനും ഞാൻ ഇത്രത്തോളം കാര്യം അനുമോൾ റിലേറ്റ് ചെയ്ത് പറയാനും ഈ ഒരൊറ്റ റീസണേ ഉള്ളൂ. പോയൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് അവിടെ ഒരു മോശം അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ശ്രമിച്ച ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ ഐ കാൺ പേഴ്സണലി സപ്പോർട്ട്. അതിനുശേഷം ബിഗ് ബോസ് ലൈവ് നിങ്ങളിനി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അനു കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് അപ്പാനീൻ്റെ കാല് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പാനി അത് സോൾവ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതോടെ നിങ്ങൾക്ക് വായിക്ക് തോന്നിയത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ് സോറി പറഞ്ഞാൽ തീരുന്നതല്ല. ഇവിടെ അപ്പാനീൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അപ്പാനി ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ഈ വിഷയം വിട്ടു. അല്ല വേറെ ഏതെങ്കിലും ഒരാളാണെങ്കിൽ നല്ല മോശമായ രീതിയിൽ റിയാക്ട് ചെയ്താണ്. അനുവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആൾക്കാർ വരെ ഇപ്പം അനുവിനെ വിട്ടിട്ട് പോവുക. എന്തായാലും ഇനി ഇതിനിടയിൽ എനിക്ക് വേറൊരു ഓഡിയോ കിട്ടി. നമ്മുടെ വേറെ 2 ഫേമസ് ആൾക്കാരുടെയാണ്. നമുക്ക് ആ ഓഡിയോ കാണാം. ഇവർ നമ്മളുടെ പരദൂഷണ കമ്മിറ്റിയിലെ മെയിൻ ആളാട്ടോ. നമ്മളുടെ റെനയുടെ ബോയ് ഫ്രണ്ടിനെയും റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ടീമുണ്ടല്ലോ, അതിൽ ഒരാൾ ഇപ്പം ഉണ്ട്, മറ്റേ ആൾ വേറെ ആൾ ഗിസയിലാണ്. ഇവരുടെ കോൺവെർസേഷൻ നമുക്കൊന്ന് കേൾക്കാം. സൂക്ഷിച്ചും കണ്ടും നിന്ന് കഴിഞ്ഞാൽ 72 ക്യാമറ ഉണ്ട് ഇവിടെ. അല്ല ഞാൻ പറയാം, 72 ക്യാമറ. എന്തെങ്കിലും 71 ഈ 71 ക്യാമറന്റെ മുമ്പിലാണ് ഈ പ്രഹസനം എന്നുള്ളതാണ് ആലോചിച്ച തമാശയുടെ മാറും. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്.
അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ മാത്രമല്ല ശ്രദ്ധിക്കേണ്ട, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ 72 ക്യാമറ എല്ലാവരെയും നോക്കുന്നുണ്ട്. നിങ്ങൾ ഈ കടന്ന് പറയുന്ന പരദൂഷണവും നിങ്ങൾ ഈ കൊടുക്കുന്ന ഏഷണികളും നിങ്ങൾ ഈ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിടുന്ന വലിയ ബോംബുകളും നാട്ടുകാർ ഫുള്ള് കാണുന്നുണ്ട്. അപ്പം എന്നെ കരുതിയിരുന്നു രണ്ടുപേരും കൂടി ഇരുന്ന് ഫ്ലൈറ്റിൽ വരുന്ന അവളെയും അവളുടെ കപ്പിളിനെയും കുറിച്ച് പറഞ്ഞ സമയത്ത് വലിയ വിഷയമാവുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ വിഷയമായിട്ടുണ്ട്. അപ്പോൾ ഈ അനാവശ്യ കാര്യങ്ങൾ, അനാവശ്യ കോൺട്രവേഴ്സീസ് കുത്തി കുത്തി ഉണ്ടാക്കുമ്പം അതും ക്യാമറ കാണുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. പറഞ്ഞത് കുളിച്ചോണ്ട് വരുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പോ അല്ല അപ്പ നീ ഫുഡ് കഴിച്ചില്ല. ആ പ്ലേറ്റ് എടുക്കട്ടെ? ആ എടുത്തോ. ഒരു പ്ലേറ്റ് എടുക്കണോ 2 പ്ലേറ്റ് എടുക്കണോ? എനിക്കറിയാം. ഞങ്ങളൊക്കെ ഇവിടെ ചോറാ തിന്നത്. ഇവിടെ ഒന്നും കാണാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ച് നോക്കി കളിച്ച അവന് കൊള്ളു. അത്ര വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഗെയിമിന്റെ ഭാഗമോ സ്ട്രാറ്റജിയോ. ഇവിടെ എക്സ് കണ്ടസ്റ്റന്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആർ ജെ ബിൻസി ചോദിക്കുകയാണ്, അപ്പം ഇനി ഫുഡ് കഴിക്കണ്ടേ, ഫുഡിന് 1 പ്ലേറ്റ് എടുക്കണോ 2 പ്ലേറ്റ് എടുക്കണോ എന്നാണ് പറയുന്നത്. ഇവിടെ 2 രീതിയിൽ ഈ സ്റ്റോറി പോവാം. 2 പ്ലേറ്റിൽ ചാടിക്കളിക്കുന്ന ഒരുത്തൻ എന്ന രീതിയിൽ ഒരു എയിമും പോവാം. കേൾക്കുന്ന സമയം ഓട്ടോമാറ്റിക്കലി കുറേ ആൾക്ക് ആ രീതിയിൽ വളച്ചൊടിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിച്ചത് 2 പ്ലേറ്റിൽ കഴിക്കണോ അല്ലെങ്കിൽ നമുക്ക് 1 പ്ലേറ്റിൽ കഴിക്കണോ എന്നാണ്. 2 കണ്ടസ്റ്റൻ്റ് ഒരുമിച്ച് 1 പ്ലേറ്റിൽ കഴിച്ചാൽ എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് 1 പ്ലേറ്റാണ് ഇത്ര വലിയ വിഷയമാക്കുന്നത്. 72 ക്യാമറകൾ കാണുന്ന വലിയൊരു വിഷയമാക്കുന്നത്. ഈ കണ്ണിൻ്റെ പ്രശ്നമല്ലേ ഇത്? എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും. അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയി ഇതൊരു വലിയ വിഷയമായി അല്ലെങ്കിൽ 2 മാസമായി നിങ്ങൾ ഈ പ്ലേറ്റ് കളിയൊക്കെ കാണുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, സമ്മതിച്ചു. ഇതിപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ആകെ 18 ദിവസമേ ആയിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ഒരാഴ്ച ഈ അപ്പാനിയും ബിൻസീനെയും ഒന്നും ഈ പരിസരത്ത് കണ്ടിട്ട് കൂടിയില്ല. ഈ അവസാനത്തെ ഒരു എപ്പിസോഡിൽ 2 ദിവസമായിട്ടാണ് ഈ ഒരു ടോപ്പിക്കും ഈ ഡിസ്കഷനും മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി ആയപ്പോഴേക്ക് ബിൻസിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. എന്നിട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കേണ്ടിയും അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം നിങ്ങൾക്കൊക്കെ എന്താണെന്ന് മനസ്സിലാവും. ഇതൊരു ഗെയിമാണോ? ഗെയിമിനെ ഗെയിമാക്കി എടുക്കുക. നിങ്ങൾ ഗെയിം കളിക്കാനാണ് വന്നത്, അല്ലാണ്ട് ഒച്ചപ്പാടുണ്ടാക്കാനും പരദൂഷണം പറയാനും കുറ്റം പറയാനും സദാചാരം കാണിക്കാനും ലോകം മുഴുവൻ നന്നാക്കാനും ഒന്നുമല്ല. നിങ്ങൾ വന്നത് ഗെയിം കളിക്കാനാണ്. അവിടെ ടാസ്കും ഗെയിമും കാര്യങ്ങളും ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് കളിച്ച് ഇറങ്ങി പോവുക, ഇത്രയും. ഇതൊരുമാതിരി പരദൂഷണ കമ്മിറ്റി കാണുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഈ ബിഗ് ബോസിൻ്റെ അവസ്ഥ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാണ്ട് വെറുതെ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ പുറത്തിറക്കി വിട്ട് മര്യാദയ്ക്ക് കളിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ അതിലോട്ടൊരു എൻട്രി കൊടുക്കണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ കൈൻഡ് ഓഫ് കളികൾ നമുക്ക് കാണാം. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ വയനാടിൽ അതിഗംഭീര തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അൺസഹിക്കുമ്പോൾ. സോ ഞാൻ പൊതിച്ചു മൂടിപ്പോയി കിടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.